ഇപ്പോൾ ഷഫീദ് റാവുത്തർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഷഫീദ് റാവുത്തറാണ്. കേരളത്തെ സംബന്ധിച്ച് അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഒരു വാർത്തയാണിത്. ഇങ്ങനെ ഒരു വാർത്ത ഇതുവരെ കേരളത്തിൽ കേട്ടുകേൾവി ഉണ്ടായിട്ടില്ല. സ്വന്തം മകനെ IS ചേർക്കുന്നതിന് വേണ്ടി മാതാവും അതോടൊപ്പം രണ്ടാനച്ഛനും ആ നിലയിലുള്ള പ്രേരണ ചുമത്തി എന്ന കാര്യം UAPA കേസ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുകയാണ്. ശ്രീ ഷഫീദ് റാവുത്തർ ലൈനിലുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ TK രാജ്മോഹനും ലൈനിൽ തുടരുന്നുണ്ട്. NIA SP ആയ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നേരത്തെ NIA സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഷഫീദിന് എന്തെങ്കിലും ചോദ്യം അദ്ദേഹത്തോടുണ്ടെങ്കിൽ ചോദിക്കാം ശ്രീ TK രാജ്മോഹനോട്. ഉറപ്പായിട്ടും, കാരണം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ദിലീപ് കുമാർ, നമ്മുടെ ഈ രണ്ടുപേരും, അതായത് ഈ കേസിൽ പ്രതികളായിട്ടുള്ള രണ്ടുപേരും UK നിലവിലുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇനി NIA തുടർ നടപടികൾ എങ്ങനെയാകും ഇക്കാര്യത്തിൽ. രണ്ടാമത്തേത്, സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ഉണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ചില അന്വേഷണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഈ രീതിയിലും ഈ ഒരു കാര്യത്തിലും NIA ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. ദിലീപ് കുമാർ. ശ്രീ TK രാജ്മോഹൻ, താങ്കൾ ലൈനിൽ തുടരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ അടുത്ത കാലത്തെങ്ങും അല്ലെങ്കിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേരളം കേട്ടിട്ടുണ്ടാവില്ല. സ്വന്തം മകനെ IS ചേർക്കുന്നതിന് വേണ്ടി മാതാവും രണ്ടാനച്ഛനും പ്രേരണ ചെലുത്തുന്നു എന്ന കാര്യം. ഏതായാലും ഈ വിഷയത്തെ ദേശീയ അന്വേഷണ ഏജൻസി വളരെ ഗൗരവത്തിൽ തന്നെയാകും കാണുക. ആ നിലയിലുള്ള അന്വേഷണമാകും നടക്കുന്നത് എന്ന് കരുതാമോ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം നമ്മുടെ അന്വേഷണ ഏജൻസി NIA ഫോം ചെയ്തിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ടെറർ റിലേറ്റഡ് കേസസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണത്. അപ്പോൾ കൂടാതെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്ത് നടന്നാലും അതിൽ ആൾക്കാർ വിദേശത്ത് പോയാലും UK പോയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഈ ഏജൻസിക്ക് അതിന്റെ ഡിപ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങൾ ഈസിയായി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീർച്ചയായിട്ടും വളരെ കണിശമായിട്ട് ഇതിൽ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ വേറെ പുറം നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പുറം നാട്ടിൽ നിന്ന്, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നുണ്ടെങ്കിലോ ആ ഭാഗവും അന്വേഷിക്കാൻ അതിന്റെ ഏജൻസി ടു ഏജൻസി കോണ്ടാക്ട് ഉണ്ടാവും. അത് തീർച്ചയായും വരുന്ന ആളുകളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും വളരെ അപലപനീയമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു കാര്യത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പം ഡൽഹി ബ്ലാസ്റ്റ് ആയാലും ശരി, നമ്മളൊക്കെ അറിയപ്പെടാത്ത പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ ഏജൻസി കുറെ കൂടി സ്ട്രിക്റ്റ് ആയിട്ടും കുറെ കൂടി ഇൻഫ്ലുവൻഷ്യലായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ TK രാജ്മോഹൻ, ഇക്കാര്യത്തിൽ സമൂഹത്തിന്റെ ഒരു ജാഗ്രത കൂടി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമല്ലേ? കാരണം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അതിൽ പരാതി നൽകുന്നതോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലൊക്കെ സംശയം തോന്നുക, അത് മതപാഠശാലയ്ക്കാണ്. അവിടെ ആറ്റിങ്ങലിന് സമീപമുള്ള ഒരു മതപഠനശാലയിലെ അധികൃതർക്കാണ് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നത്. അത് സ്ഥിരമായി കാണുന്ന ചില വീഡിയോകൾ, അതോടൊപ്പം സന്ദേശങ്ങൾ, അത് കുട്ടിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെയാണ് അവരെ മതപാഠശാല അധികൃതരെ ഇത്തരത്തിലുള്ള ഈ പോലീസിനെ അറിയിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈ സമൂഹത്തിന്റെ ഒരു ജാഗ്രത കൂടി ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം സമൂഹത്തിന്റെ ജാഗ്രത വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളെ കുട്ടികൾ മതപഠനത്തിൽ പോകും, അത് സ്വാഭാവികമാണ്. ഒരു മതത്തിന്റെ ആൾക്കാർ പഠിക്കാൻ വേണ്ടി മതത്തിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ കുറെ കൂടി അവബോധം ഉണ്ടാക്കാനും കുറെ കൂടി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുമാണ്. അപ്പൊ അവരങ്ങനെ പോകുമ്പോൾ അങ്ങനെയുള്ള പഠനശാലയിലോ അല്ലെങ്കിൽ എവിടുന്നായാലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സമൂഹം പ്രതികരിക്കണം. സമൂഹം അതിനും ശരിയായ ലെവലിൽ കാണണം. ഇപ്പം ഈ കുട്ടി മദ്രസയിൽ പഠിക്കാൻ പോയപ്പം അവിടുത്തെ മദ്രസ അധ്യാപകന്മാരോ അവിടുത്തെ നടത്തിപ്പുകാരോ ഈ കുട്ടിയുടെ കയ്യിൽ ഇത്തരത്തിലുള്ള വീഡിയോസോ ഒക്കെ അവരെ ഇങ്ങനെ ചിന്തിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരാക്കുക. നാട്ടുകാരും കൂടെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ശരിയായ ഒരു കാര്യമാണ് അവിടുത്തെ ആ മദ്രസ അല്ലെങ്കിൽ ആ മതപഠനശാലയിലെ ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിച്ചിരിക്കുകയാണ്. അപ്പം ഒരു അവബോധം നമ്മളെ പൊതുസമൂഹത്തിൽ വേണം. കാരണം നമ്മളെ നാട്ടിനെതിരായിട്ട്, നമ്മളുടെ ദേശീയക്കെതിരായിട്ട്, ഇന്ത്യയുടെ കൺസെപ്റ്റിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അത് കുട്ടികളായാലും ശരി വലിയ ആൾക്കാരും ശരി, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ഇന്ത്യക്കാരനായി പറയാൻ പറ്റുള്ളൂ. അത് എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
വളരെ നന്ദി ശ്രീ ടി.കെ. രാജ്മോഹൻ 24-നോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.